മറ്റ് പല ചർച്ചകളും പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് UDF നേതൃത്വം ഒരുങ്ങുന്നത്. അതിന് തയ്യാറാകുന്ന എല്ലാവരുമായി സഹകരിച്ചു പോവുക എന്നുള്ളതാണ് UDFിൻ്റെ വ്യക്തമായ നയം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് ഉണ്ടാകില്ല. പക്ഷേ അതെല്ലാവരും ഒരുപോലെ കൂട്ടായി സഹകരിച്ചു എങ്കിൽ മാത്രമേ അത്തരത്തിൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. PV അൻവറിന്റെ കാര്യത്തിലാണല്ലോ ഇതിനകത്ത് നിൽക്കുന്നത്. എന്താണ് ഇതിനകത്തൊരു നിലപാട്? PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യവും അതുപോലെ തന്നെ UDF എന്നുള്ള നിലയിൽ കോൺഗ്രസും ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യം ഒന്ന് തന്നെയാണ്. അൻവർ ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഈ നിമിഷം വരെയും എൻ്റെ വിശ്വാസം. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അൻവറെ ഇന്ന് ഏതോ 9 മണിക്കോ പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പത്രസമ്മേളനം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അൻവറിൻ്റെ സഹകരണം UDFിന് അനുകൂലമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ ഭിക്ഷാടകനെ പോലെ വന്ന് യാചിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആ തരത്തിലേക്ക് വരെ മാറി. എന്നിട്ട് എന്താണ് പരിഗണിക്കത്ര ബുദ്ധിമുട്ട്? ഇല്ല, അങ്ങനെ രാഷ്ട്രീയ ഭിക്ഷാടകനെ പോലെ ആരും വരേണ്ട കാര്യമില്ല. അങ്ങനെ അത്തരത്തിൽ ഞങ്ങളങ്ങനെ കാണുന്നില്ല. ഒരിക്കലും ആ തരത്തിലേക്ക് ഒരു നിർവചനമായി പോകാൻ പാടില്ല. ഞങ്ങൾക്കും ചില തത്വ സംഹിതകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. എല്ലാവരെയും കൂട്ടി